ഭയങ്കര രസമുള്ള അദ്ദേഹം പറയാ, ഞാനൊരു പാമ്പാണ്, വിഷമുള്ള പാമ്പാണ്, പക്ഷെ ഞാൻ ആരെയും കടിക്കൂല. എന്തൊരു പോയട്രിയാണ് പറഞ്ഞത്. ഞാനൊരു പാമ്പാണ്, നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ എൻ്റെ അടുത്തുണ്ട്, പക്ഷെ ഞാനത് പറയില്ല. നിങ്ങൾ പറഞ്ഞൊരു വാക്കില്ലേ, അതിനുള്ള മറുപടി എൻ്റെ അടുത്തുണ്ട്, പക്ഷെ ഞാനത് പറയില്ല. എന്തിനു വേണ്ടി? ആ മേൽക്കൂരയുടെ സമാധാനത്തിന് വേണ്ടി. നിരന്തരമായി ഫോർഗീവ് ചെയ്യാൻ തയ്യാറാകുന്ന മനുഷ്യരുടെ ഇടയിൽ വളരുന്ന ഒരു കുഞ്ഞ് സമാധാനത്തോടെ വളരുന്ന ഒരു കുഞ്ഞ്. നിരന്തരമായി ഫോർഗീവ് ചെയ്യുന്നു, സാരല്ല എന്ന് പറയുന്നു, ഒരാളോട് തന്നെ പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കുന്നു. അങ്ങനല്ലേ ദൈവം നമ്മളോട് ചെയ്യുന്നത്? ഒരേ ആൾക്ക് തന്നെ എത്ര പ്രാവശ്യം മാപ്പ് തന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് 800 കോടി മനുഷ്യരിൽ നിന്ന് ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുള്ള കുറച്ച് മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ ഇതേ വേദിയിൽ വെച്ച് നമ്മൾ പറഞ്ഞൊരു സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഗോദാർദ് എന്ന് പറഞ്ഞൊരു രാജാവിന്റെ സ്റ്റോറി ഓർമ്മയില്ല? അദ്ദേഹം ഒരു കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടി ചെല്ലും. കോട്ടയുടെ ഉള്ളിൽ നിറയെ ആ ഗ്രാമത്തിലുള്ള മനുഷ്യരാണ്. അപ്പൊ അവരോട് പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് വരൂ, ഈ കോട്ട ഞങ്ങളുടെ കീഴിലാണ്. പക്ഷെ ആരും പുറത്തൊന്നുമില്ല. അപ്പൊ രാജാവ് പറഞ്ഞ എല്ലാവരും കൊന്നു കളയാം, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ സൈന്യം ആ മനുഷ്യരെ മുഴുവൻ കൊല്ലാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ രാജാവ് പറഞ്ഞു, കൊല്ലണ്ട, പുരുഷന്മാരെ മാത്രം കൊന്നാൽ മതി. സ്ത്രീകളോട് കുട്ടികളോട് പുറത്തു പോകാൻ പറയും, അവർക്ക് വില കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോകാൻ പറയും. സൈന്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു, വില കൂടിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട്, ജീവിക്കാൻ ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് പുറത്തേക്ക് പോയിക്കോളൂ, സ്ത്രീകളും കുട്ടികളും. പുരുഷന്മാരെ ഞങ്ങൾ കൊല്ലാൻ പോകുന്നു. അവരതിന് തയ്യാറായി. ഓക്കെ, അതവർ അംഗീകരിച്ചു. അപ്പൊ സൈന്യവും രാജാവും ഇങ്ങനെ പുറത്ത് കാത്തിരിക്കുന്നു, ഈ സ്ത്രീകളും കുട്ടികളും ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അവരിങ്ങനെ ഇറങ്ങി വന്നു. ഓരോ കുടുംബങ്ങളായി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ കയ്യിൽ അവർക്ക് ഏറ്റവും വില കൂടിയതുണ്ട്. സ്വർണമോ വെച്ചതൊന്നായിരുന്നില്ല, അവരുടെ പുരുഷന്മാരെ, അവരുടെ പുരുഷന്മാർ. അപ്പൊ രാജാവ് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, വില കൂടിയത് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, ഇതാണ് വില. നിങ്ങൾ ഇവരെ കൊല്ലാനാണ് പരിപാടിയെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടായില്ലോ. ഞങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവരും ജീവിക്കണം. അല്ല, ഇവരെ കൊല്ലാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഞങ്ങൾക്കും ഈ ഭൂമി ആവശ്യമില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കുടുംബത്തിന്റെ നേരെ കൈകൂട്ടി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും രാജാവിനെ കണ്ടു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. രാവിലെ പറഞ്ഞ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരു 90s മുതൽ ഉള്ള ആളുകൾക്കൊക്കെ ഏകദേശം ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നായിരുന്നു ബന്ധുവാര് ശ്രീകുമാരൻ തമ്പി എന്ന അസാധാരണ പ്രതിഭയുള്ള മനുഷ്യന്റെ വിരൽത്തുമ്പുകളിൽ നിന്ന് വന്നിട്ടുള്ള അതിമനോഹരമായ അതിലൊരു വരിയാണ്. ആ വരി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സംസാരം ശ്രമിക്കാം. പാട്ടിലേക്ക് അല്ലേ? നിലകൾ നിലകൾ എന്നുവതിൽ കഥയെന്ന് പൊരുളുന്നു. വീടിന് എത്ര ഫ്ലോർ ഉണ്ടെന്നോ, വീട് എത്ര വലുപ്പമുണ്ട് എന്നോ, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നോ ഒക്കെ നോക്കുന്നതിൽ എന്ത് കഥയാണുള്ളത്. നിലകൾ എന്നുവതിൽ കഥയെന്ത് പൊരുളുന്നു. അടുത്ത വരെയാണ്, ഹൃദയലയം കാണും കുടിലേ മണിമാളിക. തൊട്ടടുത്ത് കിടക്കുന്ന മനുഷ്യന്റെ, തൊട്ടപ്പുറത്തുള്ള കുഞ്ഞിന്റെ, തൊട്ടരികത്തുള്ള ടീനേജറുടെ, തൊട്ടരികത്തുള്ള ഇണയുടെ, തുണയുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവുന്ന മനുഷ്യന്മാരില്ലേ? അവരെവിടെയാണോ? അതൊരു കുടിലാണെങ്കിൽ പോലും അതാണ് മണിമാളിക. ഹൃദയലയം കാണും കുടിലേ മണിമാളിക. അതുകൊണ്ട് കൂടെയുള്ള മനുഷ്യനെ സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവസാനിപ്പിക്കണം. നിങ്ങളൊരു ചെറിയ കാര്യം ചെയ്യണം.